എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി വരുത്തില്ല. മൂന്നാല് പേർക്ക് ഒഴിച്ച് മൂന്നോ നാലോ പേർക്ക് ഒഴിച്ച് നിൽക്കുന്ന പി ആർ ഉണ്ട്. പി ആർ ഉള്ളവർക്ക് അനുമോളെ കളിയാക്കേണ്ട ആഗ്രഹമില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെയും കഴിഞ്ഞു. അനുമോൾ കപ്പ് അടിച്ചു. പക്ഷെ കുറച്ചു പേർക്ക് ഇപ്പോഴും ഇരിക്കപ്പുറതിയില്ല. എങ്ങനെയെങ്കിലും ഇത് അനുമോള് അവിടെ കളിച്ച് നേടിയതല്ല, പി ആർ മൂലം നേടിയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു. അസൂയയ്ക്കും കുശുമ്പിനും പിന്നെ മരുന്നില്ലല്ലോ. ഇനിയാണ് ബിഗ് ബോസിന്റെ കളികളെല്ലാം വെളിയിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും അനുമോൾക്കെതിരെ ഇനിയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കും എന്നറിയാം. അതിൽ പ്രധാനപ്പെട്ടവർ ആരൊക്കെയാണെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും എല്ലാവരും സമ്മതിച്ചു കൊടുക്കണം ഇത് പി ആർ മുഖേനയാണ് കപ്പ് അടിച്ചത് എന്നുള്ളത്. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര പി ആർ എത്ര ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാലും അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കാതിരുന്നാൽ പി ആർ കൊണ്ട് വല്ല ഗുണവുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ പി ആർ കൊടുത്തിട്ട് പോയവരെല്ലാം ആദ്യമേ പുറത്തായി. എന്ന് വെച്ചാൽ അവരവിടെ ഒന്നും ചെയ്തില്ല, ഇരുന്ന് ഉറങ്ങുമായിരുന്നു. നിങ്ങളെല്ലാം കാണാൻ ജഗദീഷിന്റെ ഒരു സ്കിറ്റ് കണ്ടു കാണും ഇന്നലെ ഗ്രാൻഡ് ഫിനാലയില്. അതിനകത്ത് ജഗദീഷ് കൃത്യമായിട്ട് ഓരോരുത്തരെയും വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ബിൻസിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു, പുറത്തായി. പക്ഷെ വെളിയില് രണ്ടാമത് പോയി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മസ്താനിയോട് ഞാൻ തട്ടിക്കളയും, ഞാൻ അടിച്ചു കളയും, ഞാൻ പിടിച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഇടം ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കട്ടെ എന്നാണ് നമ്മളും അന്ന് പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് അത് തന്നെ പറയാനുള്ളൂ. വാഗോണ്ട് ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും. എന്തായാലും വെളിയിൽ വന്നു കഴിഞ്ഞാൽ ബിൻസിയും പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്നുള്ളത്. എന്തായാലും സംസാരിച്ചത് അർത്ഥമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെ ആരാണെങ്കിലും അവരെ തന്നെ ന്യായീകരിക്കാൻ വരുമ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന നമുക്കെല്ലാം അറിയാമല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത്. എന്തായാലും ഇതിൽ നമ്മുടെ ശാരിക എന്ന് പറയുന്ന ശാരിക മാഡം നമുക്കറിയാലോ. ശാരികയുടെ വിചാരം ശാരിക അവിടെ കിടന്ന് അങ്ങ് തകർക്കുമായിരുന്നു. ഞാനാണ് ലേഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. എന്തൊക്കെയോ അവിടെ കാണിച്ചു. ഞാനൊരു പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ബോധം പൊക്കണമൊന്നും ഇല്ല തോന്നുന്നു. അവിടെ എന്തോ ഗെയിമാണ് കളിച്ചത്, നമ്മളെല്ലാരും കണ്ടതല്ലേ 24/7 അതുപോലെ തന്നെ എപ്പിസോഡൊക്കെ. അവിടെ എന്താ കളിച്ചത്, എന്ത് ഗെയിം കളിച്ചു? എന്നിട്ട് രണ്ടാമത് പോയപ്പോഴോ അവിടെ എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി, ഷോ കാണിക്കാൻ വേണ്ടി ഷോയിൽ ഒരു ഷോ കാണിക്കുന്നു, അത്രേ ഉള്ളായിരുന്നു. എന്നിട്ടും അതൊന്നും ഇറച്ചുമില്ല. ഇനി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇനിയുള്ള സീസണുകളിൽ നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പിസോഡ് മാത്രം കാണാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്തായാലും 24/7 കാണണം. ഇനി എന്തായാലും ഒരു വർഷത്തോളം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ എപ്പിസോഡിലെല്ലാം ഒന്നും കാണിക്കത്തില്ല. എപ്പിസോഡിലാണെങ്കിലും ഈ BB+ലാണെങ്കിലും നിങ്ങൾ കൂടുതലും ലൈവ് കാണാൻ ശ്രമിക്കുക. ഈ ലൈവ് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോരുത്തരെയും വിലയിരുത്താൻ പറ്റും. അങ്ങനെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ശാരികയുടെ ആ ഒരു അസൂയ കുശുമ്പ് ഇതൊക്കെ നമുക്കൊന്ന് കാണാം. കോമണർ ഹിസ്റ്ററി ആയി മാറുമായിരുന്നു. ഒരു കോമണർ ഒരു 99 ഡേയ്സ് 100 ഡേയ്സ് നിൽക്കുക, അവർക്ക് കപ്പ് കിട്ടുക എന്ന് പറയുന്നത് അടുത്ത കോമണേഴ്സിൽ ഒരു എന്താ പറയാ ഒരു പ്രോത്സാഹനം ആകുമായിരുന്നു സാധാരണക്കാർക്ക്. അനുമോൾ ഇസ് എ സെലിബ്രിറ്റിയോ, അനുമോളുടെ നമുക്ക് അസൂയം കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അവർ ഓൾറെഡി സെലിബ്രിറ്റിയാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സും ആരാധകരുമായിട്ടാണ് ഇതിനകത്ത് കയറിയത്. പക്ഷേ നോർമലി എന്താ പറയുക ഒരു PR അലിഗേഷൻ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഇപ്പൊ പിന്നെ ആര്യൻ ടോപ്പ് 5 എത്തുന്നു കരുതിയിരുന്ന ആളാണ്, ടോപ്പ് 3 ഉണ്ടെന്ന് കരുതിയിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് കിട്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ അനുമോൾ കളിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല. അനുമോൾ കുറച്ചൊക്കെ കളിച്ചിരുന്നു. ബട്ട് കുറച്ചൊക്കെ അവരൊരു പക്ഷെ കാൽഭാഗം കളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 40% PR കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കും. എല്ലാവർക്കും PR ഉണ്ട്, എനിക്ക് PR ഇല്ല. അനീഷിന് കപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഒരു കോമണർക്ക് ഒരു കപ്പ് കിട്ടിയിരുന്നെങ്കിൽ അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറുകയാണ്. ആ ഹിസ്റ്ററി ആവശ്യമില്ല ഇപ്പം എന്നാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു വിജയം, അനുമോളുടെ വിജയം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അനുമോള് കാൽഭാഗം കളിച്ചു എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ പറയാണ് 50% PR ആയിരുന്നു എന്നുള്ളത്. എന്നാലും ഇവർക്കൊന്നും ഇനി ഇത് മാറത്തേ ഇല്ല. ഇവരിനി ഉറക്കത്തിലും ഊണിലും ഒക്കെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കറിയാം എങ്ങനെയാണെങ്കിലും എത്ര PR കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു 50% അവിടെ ഗെയിം കളിച്ചാലല്ലേ PR-ന് 50% വെളിയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ 50% പോലും കളിക്കാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ നേരത്തെ പുറത്തായത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ കോമണർക്ക് കപ്പ് കിട്ടിയത് ഹിസ്റ്ററി ആയിരുന്നു പറഞ്ഞു. ഓക്കെ, എല്ലാവരും സമ്മതിക്കുന്നു അനീഷ് നല്ല ഗെയിമർ അല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡേഞ്ചറസ് ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ക്യാഷ് എടുക്കാൻ പോകുന്നത്, വണ്ടിയിലേക്ക് ഓടിപ്പോയി ക്യാഷ് എടുത്തിട്ട് 1 മിനിറ്റിനുള്ളിൽ തിരിച്ച് വീട്ടിനകത്ത് കയറണം. എന്തുകൊണ്ട് അനീഷ് പോയില്ല? അങ്ങനെ ഡേഞ്ചറസ് ടാസ്കിലൊന്നും അനീഷ് പങ്കെടുത്തിട്ടില്ല. സത്യം പറയാൻ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാലും ഒരു മൈൻഡ് ഗെയിമർ എന്ന നിലയിൽ അനീഷ് നല്ലൊരു ഗെയിമറാണ്. അനീഷിന് എന്തോ വോട്ട് കുറഞ്ഞു, കപ്പ് കിട്ടിയില്ല. ഇവര് പറയുന്നതനുസരിച്ച് എന്തോ ആരോ മനഃപൂർവ്വം അനീഷിന് കപ്പ് കൊടുക്കാതിരുന്നു
എന്നാണ് പറയുന്നത്. അപ്പൊ അത് എനിക്കൊരു അസൂയ കുശുമ്പൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, അനീഷിന് കിട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ അനുമോൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ മറ്റു കാര്യം പറഞ്ഞത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സുമായിട്ടൊക്കെയാണ് അനുമോൾ വീട്ടിനകത്തേക്ക് കയറിപ്പോയതെന്ന്. എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സുമായിട്ട് അകത്തോട്ട് പോയാലും ഇതിനു മുമ്പ് ഒരുപാട് പേര് പോയിട്ടുണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് അവരൊക്കെ ഒന്നും ആകാതെ തിരിച്ചു പോയിട്ടുമുണ്ട്. എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അകത്ത് പോയാലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഗെയിം കളിക്കണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പം അനുമോൾക്ക് നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ ഞാൻ പറയത്തില്ല. ഒരാളുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം വിലയിരുത്തി മനുഷ്യർ അതിൻ്റെ അകത്ത് നെല്ലും ബദലും എല്ലാം തിരിച്ചാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത്. ഈ ബിഗ് ബോസ് ഷോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെന്തോ ഞങ്ങൾക്ക് അത് പറ്റത്തേ ഇല്ല, ഞാൻ ലേഡി ബിഗ് ബോസ് ആണ്, എനിക്ക് എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ എന്തൊക്കെയോ കാണിച്ചു, പക്ഷെ എനിക്ക് VR ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഔട്ടായി പോയെന്ന്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ശാരിക അവിടെ പോയി ഒരു ഗെയിമും കളിച്ചിട്ടില്ല. ശാരിക ഇനിയെങ്കിലും ആ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. മൂന്നാല് പേർക്കൊഴിച്ച് മൂന്നോ രണ്ടോ പേർക്കൊഴിച്ച് മിക്കവാറും PR ഉണ്ട്. PR ഉള്ളവർക്ക് അനുമോളെ കളിയാക്കാൻ യാതൊരു കളിച്ചില്ല. ശരി, അപ്പൊ കുറെ പൈസ ഉള്ള ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റുമോ ബിഗ് ബോസിൽ? അങ്ങോട്ട് കാണിക്കണ്ടേ ഒന്നും? അതായത് ഗുഡ് വേ മറ്റുള്ളവരുടെ ചാനലിൽ കയറി അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരിപ്പോഴും പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവരെല്ലാം കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ, പ്രേക്ഷകർ എന്ന് പറയുന്നവരാണ് കൂടുതലും കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇവരതെല്ലാം എന്ന് വെച്ചാൽ ഇവർ അവിടെ ചെയ്തതിൽ അതൃപ്തി ഉള്ളവർ മാന്യമായ രീതിയിൽ പ്രതികരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവരിടുന്ന വീഡിയോയ്ക്ക് താഴെ പോയിട്ട് നിങ്ങൾ അവിടെ കളിച്ചതൊക്കെ ഞങ്ങൾക്ക് അറിയാം, നിങ്ങളൊരു ഗെയിമർ അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വൾഗറായിട്ട് കമന്റ് ഇടുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇപ്പോഴും പറയുകയാണ്. അതും എന്താന്ന് വെച്ചാൽ ഈ കമന്റുകളൊക്കെ ഇടുന്നവരെല്ലാം PR-ന്റെ ഗണത്തിൽ പെടുത്തിയിരിക്കുകയാണ്. എല്ലാവരും PR ആണ് എന്ന് വെച്ചാൽ വോട്ട് ചെയ്തവരെല്ലാം PR ആയി കളഞ്ഞു. അനുമോൾ വോട്ട് ചെയ്തവരെല്ലാം PR ആണ്. ഇപ്പൊ അനുമോളുടെ ഫാൻസ് ആണോ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനീഷിന്റെ ഫാൻസ് ആണോ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറയട്ടെ, അനുമോളുടെ ഫാൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടി അനീഷിന്റെ ഫാൻസിനെ അത് ചെയ്തുകൂടെ? അല്ലെങ്കിൽ അനീഷിന്റെ ഫാൻസിനെ മോശമാക്കാൻ വേണ്ടി അനുമോളുടെ ഫാൻസ് ഇത് ചെയ്തുകൂടെ? അപ്പം ഇതെല്ലാം കൊണ്ടുവന്ന് അനുമോളുടെ നെഞ്ചത്ത് തന്നെ, എന്താ വെച്ചാൽ ബിഗ് ബോസിനകത്തും അതുപോലെ തന്നെയായിരുന്നു, വെളിയിലും ഇതെല്ലാം കൊണ്ടുവന്ന് അനുമോളുടെ ദേഹത്ത് തന്നെ. വെച്ചാൽ അനുമോളുടെ PR ആണ് ഇതെല്ലാം ചെയ്തത്. എന്നുവെച്ചാൽ ബാക്കിയുള്ളവരുടെ PR ശുദ്ധന്മാര്, പാവങ്ങള്, അവരൊന്നും കുഴപ്പമില്ല, അങ്ങനെയുള്ള അവരൊന്നും കുഴപ്പമില്ല. പക്ഷെ അനുമോളുടെ PR ആണ് വിഷയക്കാര്. ഇവർ ഇനിയും റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല, ഇവർ വരത്തില്ല. ഇവരുടെ മനസ്സിലെ അസൂയ കുശുമ്പ് ഇതെല്ലാം കളയാതെ ഇവരൊരിക്കലും റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരത്തില്ല. ഇവർ ഇനിയും ഇങ്ങനെ ചിലച്ചുകൊണ്ടേയിരിക്കും. ഇവർ മാത്രമല്ല പലരും ഇനി ഇതുപോലെ തന്നെ ചിലച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അപ്പാനി ശരത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പാനി ശരത്ത് അവിടെ പോയി ക്ലാരിറ്റി വരുത്തിയ കാര്യം, രണ്ടാമത് കയറിയിട്ട് ഞങ്ങൾ ക്ലാരിറ്റി വരുത്താനാണ് അവിടെ പോയത്, ഞങ്ങൾ ക്ലാരിറ്റിയാണ് ചോദിച്ചതെന്ന്. നിങ്ങൾ ചോദിച്ച ക്ലാരിറ്റി ഒക്കെ ഞങ്ങൾ കണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, നിങ്ങൾ ക്ലാരിറ്റി വരുത്താൻ പോയത് കൊണ്ടാണ് കപ്പ് അനുമോളുടെ കയ്യിൽ ഇരിക്കുന്നത്. അത് മാത്രം മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് അത് ഇവിടുന്ന് കേൾക്കാം. മുൻഷിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് റീ എൻട്രി വന്നതിന് ശേഷമാണ് അനുമോൾക്ക് വോട്ട് കൂടാൻ കാരണം. എല്ലാവരും ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റപ്പെടൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. അതും അനുമോള് ഒന്നിനും പ്രതികരിച്ചിട്ടുമില്ല അധികം. ചിലപ്പോൾ അനുമോളുടെ സ്ട്രാറ്റജി ആയിരിക്കും, അങ്ങനെ പറയാൻ പറ്റും. അനുമോൾക്ക് നല്ല ഉത്തരം പറയാൻ അറിയാം, പക്ഷെ അനുമോളോട് ഉത്തരം പറയാതെ മാമൂലി കിട്ടിയിട്ടുണ്ട്. അത് തന്നെ, അനുമോൾക്ക് അവിടെ നല്ല ഉത്തരം പറയാൻ അറിയായിരുന്നു, അനുമോൾ അവിടെ മിണ്ടായിരുന്നു. അത് അനുമോളുടെ സ്ട്രാറ്റജി ആണ്. ഇപ്പൊ അതിനെന്താ കുഴപ്പം? അതിനെയാണ് ഞങ്ങൾ ഗെയിമർ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തു അനുമോൾ, മിണ്ടാതിരുന്നു കൊണ്ട് തന്നെ അനുമോൾ അവിടെ നിങ്ങളെ എക്സ്പോസ് ചെയ്തില്ലേ? അനുമോളല്ലേ മികച്ച ഗെയിമർ? നിങ്ങൾ അവിടെ പോയി അനുമോളെ തലങ്ങും വിലങ്ങും നിന്ന് ആക്രമിച്ചപ്പോൾ ബിൻസിയും അപ്പാനിയും എല്ലാരും കൂടി, അക്ബർ വരെ അതിന്റെ കൂട്ടത്തിൽ കൂടി, എന്നിട്ട് ഒന്നും വെളിയിൽ നടക്കുന്ന എന്തൊക്കെ കുറച്ച് അറിഞ്ഞിട്ട് അക്ബർ പോലും അവിടെ അനുമോൾക്കെതിരെ തിരിഞ്ഞപ്പോൾ അനുമോൾ അവിടെ മൗനം പാലിച്ചു. മൗനം പാലിച്ചപ്പോൾ ഇവർക്ക് പിന്നെയും ഇവർ ട്രിഗറായി. എന്താ ഇവര് വിചാരിച്ച എന്താണ്? അനുമോൾ എക്സ്പോസ് ആയെന്ന. പക്ഷെ വെളിയിൽ നമുക്കെല്ലാം മനസ്സിലായത് ഇവരെല്ലാം എക്സ്പോസ് ആയി എന്നുള്ളതാണ് ഒറ്റ മൗനത്തിൽ. അപ്പൊ അതാണ് റിയൽ മൈൻഡ് ഗെയിമർ. ഓക്കെ, അനുമോളുടെ വീട്ടിൽ അതുകൊണ്ടാണ് ആ കപ്പ് ഇരിക്കുന്നത്. ചേട്ടന് തോന്നുന്നുണ്ടോ ഈ റീ എൻട്രി നടത്തിയ ആൾക്കാർ അനുമോളെ തേജോധം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നൊരു ഗെയിമാണെന്ന് ചേട്ടൻ തോന്നുന്നു? ശൈത്യനെ പറഞ്ഞല്ലോ, ശൈത്യനെ കട്ടപ്പാന്ന് പറഞ്ഞ ഇവരൊക്കെ വിളിച്ചിട്ട് എല്ലാവർക്കും ഉള്ളിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാവില്ല, പുറത്തിറങ്ങിയപ്പോ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ബിഗ് ബോസ് തിരിച്ച് റീ എൻട്രി നടത്തിയിട്ട് എന്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി വരുത്തില്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അതെന്താണ് ശരി, അതിന് ശരി ഉണ്ടെങ്കിൽ നിങ്ങളത് എവിടെ എന്താണ് റീസൺ, പറയാനുണ്ടായ റീസൺ എന്താണ്, അതൊന്ന് ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച്
അങ്ങനെ ക്ലാരിറ്റി വരുത്താൻ പോയി. നിങ്ങൾ അവിടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു ദിവസം രാത്രി എല്ലാവരും കൂടി ചേർന്ന് കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്തപ്പോൾ അതിൽ ആദില, നൂറ, നിങ്ങൾ എല്ലാവരെയും കൂട്ടി അവിടെ പോയിട്ട് നിങ്ങൾക്കൊരു സമയം വേണമായിരുന്നു. ആദ്യം കയറി നിങ്ങൾ നിങ്ങളുടെ പണികളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് കൂടെ നടന്നിരുന്ന ആദില, നൂറയെ വരെ അനുമോൾക്കെതിരെ തിരിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ ഈ വിഷയം എടുത്തിട്ട് അനുമോൾക്ക് നേരെ നിങ്ങൾ തിരിഞ്ഞു. ആ സമയത്ത് അനുമോൾ എന്ത് ചെയ്തു? ബുദ്ധിപൂർവ്വം കളിച്ചു. അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഈ പറയുന്ന അപ്പാനിയാണല്ലോ അവിടെ പോയി ഇരുന്നുകൊണ്ട് പറഞ്ഞത് ഈ ബിൻസിയാണ് ഞാൻ ഇരിക്കുന്നിടത്തെല്ലാം വരുന്നത്, എന്റെ പുറകിൽ വരുന്നത് എന്നുള്ളത്. അതവിടെ അനുമോൾ പറയുകയും ചെയ്തു. അതിനുശേഷം ബിൻസിയോട് ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തായിരുന്നു. എന്തായാലും അനുമോൾ അവിടെ, നിങ്ങൾ അവിടെ ക്ലാരിറ്റി വരുത്താൻ പോയി. അനുമോൾ അവിടെ നിന്ന് നല്ല ബെസ്റ്റ് ആയിട്ട് ഗെയിം കളിച്ചു. അപ്പോഴും ഞാൻ പറയുന്നത് ആ കപ്പേ അവിടെ അനുമോളുടെ കയ്യിലാണ്. എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് ഇവരെ ഓർമ്മിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇവര് മറന്നുപോകും. ഇപ്പോഴും ബിഗ് ബോസിനകത്താന്ന് വിചാരിക്കും. കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ കപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് ഗെയിമൊക്കെ കളിച്ച് കളയും. അതുപോലെ തന്നെ ഈ ഷാരികയുടെ മറ്റൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ജിഞ്ചർ മീഡിയയോട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് ചാനൽ എന്നൊക്കെ ചോദിച്ചിട്ട് ജിഞ്ചർ മീഡിയയുടെ പേരെടുത്ത് വെച്ചിട്ട് മര്യാദക്കൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. ലേഡി ഗുണ്ടയാണ്. ഇപ്പൊ ഞാൻ വെച്ച് ലേഡി ബിഗ് ബോസ് ആണ്, ഇപ്പൊ ലേഡി ഗുണ്ടയായിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. അനുമോളോട് എന്താ ഏത് ചാനല്? ഞാൻ ജിഞ്ചർ മീഡിയ. ജിഞ്ചർ മീഡിയ മര്യാദ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്ത്? അല്ല നമുക്കിപ്പോ കപ്പെടുത്ത് എനിക്ക് എന്തിനാ അസൂയ? അല്ല നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അനുമോളാണ്. എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളതല്ലേ പറയുള്ളൂ. കുറച്ച് മര്യാദയുള്ള ചോദ്യങ്ങളൊക്കെ അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ ചോദിക്കും. എന്തേ? അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി പറയാൻ പറ്റത്തില്ലെങ്കിൽ ഏതാണ് ചാനൽ? ജിഞ്ചർ മീഡിയ. കുറച്ചുകൂടെ മര്യാദക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ അവരെന്താണ് അതിനകത്ത് മര്യാദക്കാരായിട്ട് ചോദിച്ചത്? അവര് മര്യാദക്കാരായിട്ട് അവിടെ ഒന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ ഹോട്ട് സീറ്റിൽ പോയിരുന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ അല്ല പബ്ലിക്കിൽ മീഡിയക്കാരെ നമ്മൾ നേരിടുമ്പോൾ. ഓക്കെ, അപ്പം അവരോട് എനിക്ക് അസൂയയില്ല, എനിക്ക് കുശുമ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അസൂയയും കുശുമ്പൊക്കെ നല്ല മുഖത്ത് അങ്ങനെ തെളിഞ്ഞു തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻ, ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നോട് പറയരുത് നിങ്ങൾ പറയുന്ന ആൻസർ പറയാനായിട്ട്. അല്ല ഞാൻ പറയുന്നില്ല, ചോദിച്ചോ. മര്യാദ കീപ്പ് ചെയ്യാം. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് മര്യാദയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ അവരേതിലാണ് വർക്ക് ചെയ്യുന്നത്? അവരൊരു മീഡിയയിലൊക്കെയാണ് അവരും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസർ എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നാണ് അവിടെ ഈ പറയുന്ന ശാരിക പറയുന്നത്. നമുക്കും അതല്ലേ പറയാനുള്ളൂ. ശാരിക പറയുന്നത് പോലുള്ള ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാൻ പറ്റുമോ? അവർ കൃത്യമായിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നത്. അതിന് ഇപ്പൊ ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ കൊഞ്ഞണം കുത്തിയിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും നിങ്ങളൊക്കെ എക്സ്പോസ് ആയി, ശരിക്കും എക്സ്പോസ് ആയി. എന്തിനാണ് അത് മറച്ചു വെക്കാൻ? പിന്നെയും നിങ്ങൾ നാടകം കളിക്കും തോറും നിങ്ങൾ പിന്നെയും എക്സ്പോസ് ആയിക്കൊണ്ടേയിരിക്കും. അല്ല ഈ ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണ് അനുമോള് വോട്ട് കൂടിയെന്ന് തോന്നുന്നുണ്ട്. ശൈത്യ പിന്നിൽ നിന്ന് ആരെ കുത്തിയത് നിങ്ങൾക്ക് അറിയാമോ? ശൈത്യ കുത്തിയത് എങ്ങനെ അറിയാം? ജനങ്ങള് 24/7 ബിഗ് ബോസ് കാണിക്കുന്നില്ല, 8 hours ആ കൂടെ കാണിക്കുന്നുള്ളൂ. ഇന്നത്തെ പലതവണ നടന്നിട്ടുണ്ട്. പിന്നെ പിന്നിൽ നിന്ന് കുത്തിയതെന്ന് എനിക്കറിയത്തില്ല. പിന്നിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ കുത്തിയത്? അങ്ങനെ 8 hours കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസിനും കുറ്റം. ഇപ്പം എന്ന് വെച്ചാൽ ബിഗ് ബോസ് 24/7 ആണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് 8 മണിക്കൂറെ കാണിക്കുന്നുള്ളൂ. അതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത്. ബാക്കിയൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഇനി ഇവർ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ കാണിച്ചിട്ടില്ല, ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് പോകുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതിന് ഒരു തുടക്കം ഇടുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ പറയാമല്ലോ. ഇനി എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ ഏതെങ്കിലും രീതിയിൽ. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഇവിടെ എക്സ്പോസ് ആയത് ആരാണ്? റീ എൻട്രി ആയിട്ട് കയറിപ്പോയതിൽ അവിടെ പോയിട്ട് അനുമോളെ കോർണർ ചെയ്തവരെല്ലാം എക്സ്പോസ് ആയി. അനുമോളോടെ മിണ്ടായിരുന്നപ്പോ എക്സ്പോസ് ആയത് ആരൊക്കെയാണ്? അപ്പാനി, ബിൻസി, ശൈത്യ, ഇവരെല്ലാം എക്സ്പോസ് ആയില്ലേ? അതുപോലെ തന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കാ അക്ബർ, അപ്പാനി, അതുപോലെ തന്നെ പലരും എക്സ്പോസ് ആയില്ലേ? അനുമോളെ കോർണർ ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തതിന്റെ കാര്യം പറഞ്ഞിട്ട്. ഇതിനെല്ലാം തുടക്കം ഇട്ടത് ആരാണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ആ വീട്ടിൽ കയറിപ്പോയി ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തുകൊണ്ടല്ല പോയതെന്ന്. നിങ്ങളെല്ലാം പക്കാ പ്ലാനിങ് ആയിരുന്നു. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള കാര്യമല്ല, ഇപ്പൊ പാട്ടാണ്. പഴയ താരങ്ങളൊക്കെ ആയിട്ട് പഴയതും അതും ഇതുപോലൊക്കെ വെളിയിൽ പോയവരാ. അവർക്കും ഈ കപ്പടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടവും 100 ദിവസം നിൽക്കാൻ പറ്റാത്തതിന്റെ സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജനങ്ങളെ അടിച്ചിറക്കിയതാണല്ലോ, വോട്ടില്ലാതെ ജനങ്ങളെ ഇറക്കി വിട്ടതാണല്ലോ. അതിന്റെ ഒക്കെ ഒരു സങ്കടം മറയ്ക്കാൻ വേണ്ടി അവരൊരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്തൊക്കെ നിങ്ങൾ അംഗങ്ങളാണെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനേ പാടില്ല കേട്ടോ. നിങ്ങൾ ഇനിയും ഇതിനെ മെഴുകിക്കൊണ്ടേയിരിക്കണം. എന്തായാലും അനുമോൾ കപ്പുമായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. എന്തായാലും ഇത്രയും പറഞ്ഞില്ലയോ, അതും കൂടെ കിടക്കട്ടെ. ഇത് കാണുമ്പോൾ അവർക്കാണെങ്കിൽ പിന്നെയും നെഞ്ചെടുപ്പ് കൂടുമല്ലോ ഈ പറയുന്നവർക്കെല്ലാം.
അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങളൊന്നും ഇവിടെ തീരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊരു കൂട്ടമായിട്ട് തന്നെ ഇനി വെളിയിൽ നിന്നും അനുമോളെ ആക്രമിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അനുമോൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അനുമോൾ കൃത്യമായിട്ട് അനുമോളുടെ കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപ PR കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് 1 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത്. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. കൊടുത്തു, അത് സമ്മതിച്ചു, ജനങ്ങൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. കൊടുത്തിട്ടും കൊടുത്തില്ല എന്ന് പറയുന്നില്ലല്ലോ. ഞാൻ ഇന്ന ആൾക്ക് PR കൊടുത്തിട്ടില്ല, PR പറയുന്നു ഇന്ന ആളുടെ PR ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പല PR-കളും പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ PR-ന് പൈസ കൊടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അനുമോളെ തകർക്കാൻ ഇവരെല്ലാം ഒരുമിച്ച് പിന്നെയും കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തായാലും ഇവർ കടന്ന് കരഞ്ഞു മെഴുകട്ടെ. എന്താണെങ്കിലും നമ്മളെല്ലാവരും ഈ റിയാലിറ്റി കണ്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി PR എന്നോ AR എന്നോ OR എന്നോ എന്ത് പറഞ്ഞ് മെഴുകിയെന്ന് പറഞ്ഞാലും ആ കപ്പ് ഇപ്പോൾ അനുമോളുടെ കയ്യിലാണ്. എന്തായാലും അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത കപ്പാണ്. ഞാൻ പറയട്ടെ, അനുമോള് എല്ലാ മാസവും ആ കപ്പ് എടുത്ത് ചുമ്മാ ഒരു സ്റ്റോറി എങ്കിലും എടുത്തിടണം. എന്താ വെച്ചാൽ ഇവരുടെ മനസ്സിൽ നിന്ന് അത് പോകുമ്പോഴത്തേക്ക് പിന്നെ ഇവരെ അറ്റാക്ക് ചെയ്യണം കയറിയിട്ട്. ഈ കപ്പ് കാണുമ്പോഴെല്ലാം അവർക്കൊരു എന്താ പറയുന്നത്, ഒരു അസൂയ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. ആ കപ്പ് കാണുന്തോറും അസൂയ കൂടിക്കൊണ്ടേയിരിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.